എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജിഹാദികൾ ഉയർത്തുന്നത് വലിയ ഒരു ഭീഷണിയാണ്. നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുവാൻ പദ്ധതിയിട്ട നിരവധി ആളുകളെയാണ് NIA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിഹാദികൾ നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 253 പേരെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചത്. അതിൽ 2 പേർ കേരളത്തിൽ നിന്നുണ്ട് എന്നുള്ളതും വാസ്തവത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ പല യൂട്യൂബർമാരും പല ബ്ലോഗർമാരും ജിഹാദികളാണ്. ഇവർക്ക് പലർക്കും ഇത്തരം സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജിഹാദികളുടെ യൂട്യൂബും അവരുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അക്കൗണ്ടൊക്കെ വളരെ ഗൗരവമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് എന്നും എക്കാലത്തും ഒരു വലിയ ഭീഷണിയായി തന്നെ ജിഹാദികൾ വളരുകയാണ്. അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരുകയാണ്. എന്നാൽ ഈ 253 പേരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവർ പിടിയിലായി ഇവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത നമ്മൾ വാസ്തവത്തിൽ ഇത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പാകിസ്ഥാനിലെ ISI ഭീകരന്മാർക്കും അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്കും ഇവിടെ നിന്ന് സമയാസമയങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതിൽ നിരവധി ആളുകൾ ജിഹാദികളായ യൂട്യൂബർമാരും ബ്ലോഗർമാരുമാണ് എന്നുള്ളതും വാസ്തവത്തിൽ നമ്മൾ ഭയത്തോടെ നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. ഇവിടെ ഒരു വാർത്ത ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സ്വാതന്ത്ര്യദിനത്തിലെ ഭീകരാക്രമണ പദ്ധതി റിക്രൂട്ടിംഗ് സോഷ്യൽ മീഡിയ വഴി. കേരളത്തിലും നിരവധി പേര് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ദിനത്തിൽ ഒരു വലിയ ഭീകരാക്രമണത്തിന് ഷെഖ് സാദ് ഫാട്ടി എന്ന ഒരു റിക്രൂട്ട് സംഘടന വലിയ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടു. അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചത് സ്ത്രീകളെയും യുവാക്കളെയും അതോടൊപ്പം തന്നെ 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളെയുമാണ് ഇവർ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തത്. ഇവർക്ക് പണവും ലഹരിയും അതോടൊപ്പം തന്നെ ഇവരുടെ മതവിശ്വാസവും ഇവരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ നിരവധി പേർക്ക് ഈ സംഘടനയുമായിട്ട് ബന്ധമുണ്ട്. UAE കേന്ദ്രമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഈ ഷെഖ് സാദ് ഫാട്ടി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് ഏതാണ്ട് 4 ലക്ഷത്തോളം ഫോളോവേഴ്സുണ്ട്. ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയാണ് ഇവർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇവർ ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോയുടെ താഴെ ലൈക്ക് ചെയ്യുകയും അതിൽ കമൻ്റ് എഴുതുന്ന ആളുകളെ ഇവർ നോക്കി വയ്ക്കും. എന്നിട്ട് അവരെ വ്യക്തിപരമായി കോണ്ടാക്റ്റ് ചെയ്യും. എന്നിട്ട് ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരിലേക്ക് കൈമാറുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ നിരവധി യൂട്യൂബർമാരുണ്ട് ജിഹാദികളായിട്ടുള്ളവർ. ഇവരുടെ താഴെ വരുന്ന കമൻറ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ അത് 99% നമ്മുടെ രാജ്യവിരുദ്ധ പരാമർശങ്ങളായിരിക്കും. അതുപോലെ പാകിസ്ഥാനെയും മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇവരെത്രമാത്രം രാജ്യദ്രോഹികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവരുടെ വളരെ മതവികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും അശ്ലീലങ്ങൾ കലർന്ന വാക്കുകൾ കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാടുകളുണ്ട്. ചില യൂട്യൂബർമാർ വാ വിളിച്ചാൽ തെറി മാത്രമാണ് പറയുന്നത്. തെറി പറയുകയും അശ്ലീലങ്ങൾ പറയുകയും വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ്
ഇവർ വീഡിയോ ചെയ്യുന്നത്. ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവർ പക്ക ജിഹാദികളാണ്. പാകിസ്ഥാന് വേണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമിക് തീവ്രവാദ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഘടനയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇവരുടെ ലൈക്കും കമൻറ്റും കണ്ടിട്ടാണ്. അതോടൊപ്പം തന്നെ ഇവർ ഈ ലൈക്കും കമൻറ്റും നോക്കിയതിന് ശേഷം ഇവരെ ഫോളോ ചെയ്യും. അവർക്ക് പണത്തിനാവശ്യമുണ്ടെങ്കിൽ പണം എത്തിച്ചു കൊടുക്കും. ഇനി മതവികാരം കൂടുതൽ പ്രകടിപ്പിക്കുന്നവരെ ഇവർ പ്രത്യേകം നോട്ട് ചെയ്യും. ലഹരി ആവശ്യമുള്ളവരെയും മറ്റ് സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ളവരെയൊക്കെ ഇവർ റിക്രൂട്ട് ചെയ്യും. അവർക്ക് ആവശ്യത്തിന് പണവും ലഹരിയും അതുപോലെ മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുക്കും. നമ്മുടെ കേരളത്തിലുള്ള പല യൂട്യൂബർമാരെയും ജിഹാദികളായിട്ടുള്ള യൂട്യൂബർമാരെ വളരെ ശ്രദ്ധിക്കുക. ചില ആളുകളൊക്കെ ഉസ്താദുമാരുടെ വേഷം കെട്ടി നടക്കുന്നുണ്ട്. അവരൊന്നും നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ളവരല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. അവർ പുറമെ കാണുമ്പോൾ ആട്ടുംതോലണിഞ്ഞ രീതിയിൽ നിൽക്കുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ വെറും ചെന്നായ്ക്കൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉസ്താദുമാരുണ്ട്, നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്ന ഉസ്താദുമാരുണ്ട്, അതുപോലെ യൂട്യൂബർമാരുണ്ട്. അവരുടെ താഴെ വരുന്ന രാജ്യവിരുദ്ധമായ കമൻറ്റുകളും അതുപോലെ തന്നെ ലൈക്കും ഇതെല്ലാം നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ലൈക്കും കമൻറ്റും എഴുതുന്നവരെ ഇവർ ഫോളോ ചെയ്യും. എന്നിട്ട് ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരിശീലനം കൊടുക്കും. അതായത് ബോംബെറിയാനും ഗ്രനേഡ് ഉപയോഗിക്കാനും പല സ്ഥലങ്ങളെ നിരീക്ഷിക്കാനും ഒക്കെ ഇവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. അങ്ങനെ പരിശീലനം നൽകിയിട്ട് ഇവരെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ചില സ്ത്രീകളെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പരിശീലിപ്പിച്ച് ഹണി ട്രാപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യ വിവരങ്ങളെ ചോർത്തുവാൻ വേണ്ടി ഇവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നു. ഇത് ഒരു ഹണി ട്രാപ്പാണ്. ഏതാണ്ട് 5000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഇവർക്ക് സന്ദർഭോചിതമായി ഇവർക്ക് പണം കൊടുത്ത് ഇവരെ സഹായിക്കുന്നു. അപ്പോൾ ജിഹാദികളുടെ വേഷം കെട്ടി നടക്കുന്ന പലവരും അവർ സ്ത്രീകളെയും ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഹണി ട്രാപ്പായിട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം വഴി ഇവർ ഇത്തരം പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റുകൾ എഴുതുന്നവരും ലൈക്ക് അടിക്കുന്നവരും ഇവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അവരെ വ്യക്തിപരമായി കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് പണം ആവശ്യത്തിനുള്ള പണം കൊടുക്കുന്നു. അവർക്ക് എന്താവശ്യം, ലഹരിയാണ് ആവശ്യമെങ്കിൽ ലഹരി കൊടുക്കുന്നു. ഇങ്ങനെ ഇവരെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് ഇവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇവർ പാകിസ്ഥാനിലെ ISIക്കും ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്കും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് അതിർത്തി കേന്ദ്രീകരിച്ച് യുവാക്കളെയും സ്ത്രീകളെയും കൗമാരക്കാരെയും കേന്ദ്രീകരിച്ചാണ് ഈ റിക്രൂട്ടിംഗ് നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നിരവധി ഫോളോവേഴ്സ് ഇവർക്ക് പിന്നിലുണ്ട്. നമ്മുടെ ഇടയിൽ ഇവർ താമസിച്ചുകൊണ്ട് നമുക്കെതിരെയും നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, കർണാടക, ഗുജറാത്ത്, ബീഹാർ, തെലങ്കാന, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, കേരളം എന്നിങ്ങനെ 14 സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ISI, ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനകൾ എത്തിക്കുന്ന ആയുധങ്ങൾ, പ്രത്യേകിച്ച് പിസ്റ്റലുകൾ, വെടിക്കോപ്പുകൾ, മയക്കുമരുന്ന് ഉപയോഗങ്ങൾ എന്നിവ അതിർത്തി വഴി കടത്തുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള യുവാക്കളെയും യുവതികളെയും ഇവർ ഉപയോഗിക്കുകയും പ്രത്യേകിച്ച് പരിശീലനം നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ ഇത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരെ 253 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് വലിയ കള്ളക്കടത്ത് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്ത്. അത് പ്രധാനമായിട്ടും ഇവർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പണികളിൽ ഒന്നാണ് സ്വർണം കടത്ത്. അത് ഗൾഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവർ ശരീരത്തിൻ്റെ അകത്ത് ഇവർ സ്വർണം കടത്തുന്നു. അങ്ങനെ ഇവരുടെ കയ്യിൽ ഈ ജിഹാദുകളുടെ ഈ ഇഷ്ടംപോലെ പണമുണ്ട്. ഈ പണമൊന്നും ഇവർ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, മറിച്ച് ഇവർ കള്ളക്കടത്തിലൂടെ ഉണ്ടാക്കിയതാണ്.
അതോടൊപ്പം തന്നെ ഇവരുടെ ലഹരി കടത്ത്, MDMA, കഞ്ചാവ്, മയക്കുമരുന്ന് ഇതുപോലുള്ള ലഹരി കടത്ത്. അപ്പോൾ ഏതാണ്ട് 9,000-ലധികം ആളുകൾ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഏതാണ്ട് 90% ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തിരിച്ചറിയേണ്ടത് ഇവരുടെ ഉള്ളിൽ വലിയൊരു അജണ്ടയുണ്ട്. അതായത് 2047 ഇന്ത്യ 100ാമത്തെ വർഷം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യം ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ മാത്രമാക്കി തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് ഇവരുണ്ട്. ഇനി ഇവർ ഭരിക്കുന്ന ഒരു രാജ്യങ്ങളിൽ സമാധാനവും സ്വസ്ഥതയില്ല. അവിടെ ബോംബ് സ്ഫോടനം, കലാപം, അതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുക, സ്ത്രീകളെ അടിമകളാക്കി ചന്തയിൽ വിൽക്കുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുക. അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇപ്പം സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിരോധിച്ചു. ഹൈസ്കൂൾ മുതൽ പിന്നീട് വിദ്യാഭ്യാസമില്ല. 12ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു വിടുന്നു, സ്ത്രീകളെ അടിമകളാക്കി ചന്തയിൽ കൊണ്ട് വിൽക്കുന്നു. ഇതൊക്കെയാണ്. ഇങ്ങനെ ഈ രാജ്യത്തെ, നമ്മുടെ ഈ ഭാരതത്തെ, വളരെ സുന്ദരമായ ഈ ഭാരതത്തെ, വിവിധ മതങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ വിവിധ സംസ്കാരം, വിവിധ ഭാഷകൾ, വിവിധ മതത്തിലുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഭാരതത്തെ നശിപ്പിക്കുവാൻ ബോധപൂർവം ഈ ജിഹാദികൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മതമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ മതം എന്ന് പറയുമ്പോൾ ആ മതത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ആ ചിന്താഗതികളാണ് ഇവരുടെ ഓരോ തലച്ചോറിലും. അവർക്ക് ലഭിക്കുന്ന, കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ അവരുടെ മതപാഠശാലയിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം അവരെ അന്ധരാക്കുന്നു, അവരെ മതഭ്രാന്തന്മാരാക്കുന്നു. ആ മതഭ്രാന്തന്മാർ പിന്നീട് വളർന്നു വരുമ്പോൾ അവർ അന്യമതസ്ഥരെ ഉപദ്രവിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. ഏത് രീതിയിലും മറ്റുള്ള മതത്തെയും അവരുടെ സംസ്കാരത്തെയും നശിപ്പിക്കുകയും അവരെ കൊല്ലുക എന്നുള്ളൊരു ലക്ഷ്യം. അങ്ങനെ ഒരാളെ കൊന്നാൽ അതോടുകൂടി സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടും എന്നുള്ള അവരുടെ വലിയ വിശ്വാസം. ഏതാണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 72 ഹൂറിമാർ, അതായത് 72 സ്ത്രീകളെ അവരുടെ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, മദ്യപ്പുഴകളും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ അന്ധമായ വിശ്വാസമാണ് ഇവരെ ഇതുപോലെ മത തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്നത്. അന്യമതത്തിൽപ്പെട്ടവരെല്ലാം കൊള്ളരുതാത്തവരാണെന്നും അവരെ കൊന്നുകളയണം എന്നുമുള്ള ഇവരുടെ പഠിപ്പിക്കലുകൾ പലപ്പോഴും സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് 253 പേർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇനി എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് ഈ പാകിസ്ഥാൻ്റെ ചാരന്മാരായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ജിഹാദികളായിട്ടുള്ള ആളുകൾ പലരും പല വീഡിയോകൾ ചെയ്യുന്നു. അത് പലപ്പോഴും അവർ നമുക്ക് രാജ്യത്തിന് വിരുദ്ധമായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിൽ ഭരിക്കുന്ന സർക്കാരിനും വിരുദ്ധമായിട്ടാണ് ഇവർ പലപ്പോഴും പറയുന്നത്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ നോട്ട് ചെയ്യണം. രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവർ, അതുപോലെ ഭരണത്തിനെതിരെ സംസാരിക്കുന്നവർ, ഇവരെ നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഇതിൽ പാകിസ്ഥാൻ ചാരന്മാർ, ആരാണ് എന്നും. ISIക്ക് വേണ്ടിയിട്ടും ജെയ്ഷെ മുഹമ്മദിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നവരാരാണ് എന്നുള്ളത് ഇവരുടെ ഓരോ യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജിഹാദികളുടെ ഒരു വളർച്ച നമ്മുടെ രാജ്യത്തിന് വലിയൊരു ഭീഷണിയായി തന്നെ നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തുകയും ഇവരെ നിയമപരമായ നടപടികളിലേക്ക് കൊണ്ടുവരികയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ രാജ്യത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ 253 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇനി എത്രയോ പേര് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.